നമസ്കാരം. യാത്രക്കാരുടെ ശ്രദ്ധിക്കുന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് പറയുന്നത് പ്ലാറ്റ്ഫോം ടിക്കറ്റിനെ കുറിച്ചാണ്. സംഗതി വളരെ നമുക്ക് ഫെമിലിയർ ആയ സംഗതിയാണ് പ്ലാറ്റ്ഫോം ടിക്കറ്റ്. പ്ലാറ്റ്ഫോമിൽ കയറണമെങ്കിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് വേണം. ഇതൊക്കെ നമുക്കറിയാം, എല്ലാ ഇന്ത്യക്കാർക്കും അറിയാം. പക്ഷേ അതിന് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അതാണ് ഈ പറയാൻ പോകുന്നത്. നമ്മുടെ ഒരു ശീലം എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് മലയാളികളുടെ ശീലം, ഒരാളിനെ യാത്ര അയക്കാൻ മിനിമം ഒരു 5-10 പേരെങ്കിലും പോകും. അങ്ങനെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ചില സ്റ്റേഷനുകളിൽ, ഉദാഹരണത്തിന് ചെങ്ങന്നൂർ, തിരുവല്ല, ഇതൊക്കെ ഞങ്ങൾ സ്ഥിരം അനുഭവിക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെ നിന്ന് ഒരാളെ യാത്ര അയക്കാൻ കുറെ ദൂരം നിന്നൊക്കെ ആയിരിക്കും വരുന്നത്. ഒരു കാറിലോ ടെമ്പോയിലൊക്കെ നിറയെ ആള് വരും. അവസാനം വണ്ടി കേരള എക്സ്പ്രസ്സോ ഏതെങ്കിലും ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ വരും. ഈ എല്ലാവരും കൂടെ ഇടിച്ച് കോച്ചുകളിലേക്ക് കയറും. ഇവർക്ക് കയറാനുള്ള കോച്ചിൽ കയറും. പലപ്പോഴും തമാശയായിട്ട് പറയുന്നതാണ്, എല്ലാവരും കയറും, അവസാനം ഈ യഥാർത്ഥ യാത്ര ചെയ്യാനുള്ള ആൾ മാത്രം വെളിയിലായി പോകും. ഇത് തമാശയായിട്ട് പറയുന്നതാണ്, പക്ഷെ അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, ഈ കയറിയ ആളുകള് ഇവർ കുറെ ഒബ്സ്ട്രക്ഷൻ ഒക്കെ അതിനകത്ത് ഉണ്ടാക്കും. മാത്രമല്ല, ഇവര് കാരണം ഒരു 5 പേർക്കെങ്കിലും കയറാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതും മാത്രമല്ല, പലപ്പോഴും ഉണ്ടാവുന്ന ഒരു തമാശ എന്ന് പറഞ്ഞാൽ, ഇവരിതിനകത്ത് കയറും, തിരിച്ച് വണ്ടി വിടും. ഇതിനകത്ത് ഇവര് ആളിനെ വിടുന്ന വിഷമത്തിലും ഒക്കെ ആയിരിക്കും. പക്ഷെ വണ്ടി വിടും, അതവര് അറിയില്ല. വണ്ടി ഇങ്ങനെ റോൾ ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് ഒന്നുകിൽ എടുത്ത് ചാടുന്നത്, ട്രെയിനിൽ നിന്ന് ചാടുന്നത് ഈ വെണ്ടേഴ്സ് ഒക്കെ ചാടും. അവർക്കൊരു സ്ഥിരം പരിചയമുണ്ട്. അവര് ട്രെയിന് ഓടുന്ന ദിശയിലേക്കാണ് ചാടുന്നത്. എന്നാൽ ഇത് അറിഞ്ഞൂടാത്ത ആളുകൾ ഒന്നുകിൽ സ്ട്രൈറ്റ് ആയിട്ട് ചാടും, അല്ലെങ്കിൽ ബാക്കിലൂടെ എടുത്ത് ചാടും, മറിഞ്ഞു വീഴും. ഇത് ഞങ്ങൾ സ്ഥിരം കാണുന്ന സംഗതിയാണ്. മറ്റൊരു സംഗതി, ഇങ്ങനെ ചാടാനും പറ്റൂല, ഇറങ്ങാനും പറ്റാത്ത അവസ്ഥ. ഈ സ്റ്റേഷനിൽ നിന്ന് ഇടിച്ചു കയറി വണ്ടി വിട്ടു, പിന്നെ അടുത്ത സ്റ്റേഷനിൽ ചെന്നിറങ്ങുന്ന അവസ്ഥ വരും. കഴിഞ്ഞ ആഴ്ച ഈ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന ഷാലിമാർ എക്സ്പ്രസിൽ ഒരു പ്രായമുള്ള 2 പേർ, ഭാര്യയും ഭർത്താവും, മകനെയോ മറ്റോ യാത്രയാക്കാൻ വേണ്ടി ട്രെയിനിൽ കയറിയിരുന്നു. വണ്ടി 4:55 വിട്ടു. വണ്ടി വിട്ടതിന് ശേഷമാണ് ഇവർ അറിയുന്നത് വണ്ടി വിട്ടേറ്റു. ഓടി ഈ ഡോറിന്റെ അടുത്ത് വന്നു, ചാടാൻ നോക്കി. ചാടിയിരുന്നെങ്കിൽ വലിയ പ്രശ്നമായേന. പക്ഷെ അവിടെ നിന്ന് യാത്രക്കാർ പിടിച്ചകത്ത് കയറ്റി. ഇങ്ങനൊരു സ്ഥിരം പ്രശ്നമുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് പ്ലാറ്റ്ഫോം ടിക്കറ്റിന്റെ റോൾ? ഇതാണ് പറയുന്നത്. പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് റെയിൽവേ പ്ലാറ്റ്ഫോമിലേക്ക് എൻട്രി ചെയ്യാനുള്ള ഒരു അതോറിറ്റിയാണ്. അത് റെയിൽവേ കോച്ചിൽ കയറാൻ നിങ്ങളെ അനുമതി തരുന്നില്ല. നിങ്ങൾ പ്ലാറ്റ്ഫോമിൽ ഒരാളെ യാത്ര അയക്കാൻ വേണ്ടി മാത്രം, അല്ലാതെ പ്ലാറ്റ്ഫോമിൽ കയറിയിരിക്കാൻ ഉള്ള സംഗതിയുമല്ല. പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിട്ട് പ്ലാറ്റ്ഫോമിൽ 2 മണിക്കൂർ വെറുതെ ഇരുന്ന് കളയാം, അതിനു വേണ്ടിയുള്ളതുമല്ല. ഒരാളെ യാത്ര അയക്കാനോ റിസീവ് ചെയ്യാനോ വേണ്ടിയാണ് പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അതിന്റെ വില എന്ന് പറയുന്നത് 10 രൂപയാണ്. 2 മണിക്കൂറാണ് അതിന്റെ വാലിഡിറ്റി. പലപ്പോഴും ആൾക്കാർ 10 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് പ്ലാറ്റ്ഫോമിനകത്ത് കയറി വെറുതെ ഇരിക്കുന്ന പരിപാടിയുണ്ട്. അത് പ്ലാറ്റ്ഫോം ടിക്കറ്റിന്റെ ഉദ്ദേശത്തിനോ നിയമത്തിനോ വിധേയമായ ഇരിപ്പല്ല. റെയിൽവേ സ്റ്റേഷൻ, റെയിൽവേ പ്രിമൈസസ് എന്ന് പറയുന്നത് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അവിടെ എല്ലാവർക്കും കയറി ഇറങ്ങി നടക്കുന്ന, ട്രസ്പാസ് ചെയ്യാവുന്ന ഒരു പ്രദേശമല്ല, ഒരു സ്ഥലമല്ല. കാരണം ഒരു നൂറുകണക്കിന് ആയിരക്കണക്കിന് യാത്രക്കാർ കടന്നു വന്ന സ്ഥലമാണ്. ഇവിടെ ചില സമയങ്ങളിൽ അഭൂതപൂർവമായ ജനക്കൂട്ടം ഉണ്ടാവാനും, ക്രൗഡ് ഉണ്ടാവാനും, ഇതുപോലെ സ്റ്റാമ്പേഡ് ഉണ്ടാവാനും, ഈ പലയിടത്തും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വലിയ ക്രൗഡ് ഉണ്ടായി മേൽപ്പാലങ്ങളൊക്കെ തകർന്ന് ഒരുപാട് പേർ മരിച്ച സന്ദർഭങ്ങളും അപകടങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇന്ത്യയിൽ പലയിടത്തും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്ലാറ്റ്ഫോമുകളെ ജനങ്ങൾ വന്നു കൂടാതിരിക്കാൻ വേണ്ടി, അതായത് ആവശ്യക്കാർ മാത്രം വരാനുള്ള ഒരു ഇടമായി റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. അത് കൊണ്ടാണ് പ്ലാറ്റ്ഫോം ടിക്കറ്റിന് ഈ ചാർജ് വാങ്ങി റെയിൽവേ സ്റ്റേഷനകത്ത് കയറാൻ പ്ലാറ്റ്ഫോം ടിക്കറ്റ് നിർബന്ധിതമാക്കിയിരിക്കുന്നത്. ഇനി ഒരു ടിക്കറ്റും ഇല്ലാതെ നമുക്ക് റെയിൽവേ സ്റ്റേഷനകത്ത് കയറാൻ നമ്മുടെ കയ്യിൽ ഒന്നുകിൽ ഒരു വാലിഡ് ടിക്കറ്റ് വേണം. അതിപ്പോ സീസൺ ടിക്കറ്റോ റിസർവേഷൻ ടിക്കറ്റോ അല്ലെങ്കിൽ സാധാരണ സെക്കൻഡ് ക്ലാസ് യാത്ര ടിക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം. അല്ലെങ്കിൽ മന്ത്ലി പാസുകൾ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ട്രാക്ക് ക്രോസ് ചെയ്യാനുള്ള ചില അതോറിറ്റീസ് കൊടുക്കുന്നുണ്ട്. അതൊന്നും ഇവിടെ പ്രസക്തമല്ലാത്തതുകൊണ്ടാണ് പറയാത്തത്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നമുക്ക് അകത്ത് കയറുന്നത് പ്ലാറ്റ്ഫോം ടിക്കറ്റ് വേണം. നേരത്തെ പറഞ്ഞ പോലെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് അതിനകത്ത് പിക്നിക്കിന് വേണ്ടി കൊടുക്കുന്നതല്ല. അത് യാത്ര അയക്കാനോ സ്വീകരിക്കാനോ വരുന്നവർക്ക് വേണ്ടിയുള്ള
അതാണ്. ഇനി നിങ്ങൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ലാതെ റെയിൽവേ പ്രമൈസസ് റെയിൽവേ പ്ലാറ്റ്ഫോമിലേക്ക് കയറിയാൽ എന്താണ് റെയിൽവേ നിയമം? ഇന്ത്യയിലെ റെയിൽവേ സ്റ്റേഷനുകൾ അതിനകത്ത് ഉള്ള നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ 1989 ഇന്ത്യൻ റെയിൽവേ ആക്ട് പ്രകാരമാണ് ഈ ട്രെയിൻ അല്ലെങ്കിൽ ഈ റെയിൽവേ സംബന്ധമായ കാര്യങ്ങൾ നടക്കുന്നത്. ആക്ട് 147 പ്രകാരം 147 പ്രകാരം റെയിൽവേ പ്ലാറ്റ്ഫോമിലേക്ക് ഒരു വാലിഡ് ടിക്കറ്റ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ലാതെ കയറിയാൽ നിങ്ങൾക്ക് 1000 രൂപ പിഴയോ അല്ലെങ്കിൽ 6 മാസം തടവോ കിട്ടാവുന്ന ഒരു ഒഫൻസ് ആണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തു കയറുക. സാധാരണഗതിയിൽ പ്ലാറ്റ്ഫോമിനകത്ത് വെച്ച് നിങ്ങളെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ലാതെയോ പിടിച്ചാൽ ഒരു നോർമൽ ഫൈൻ, അതായത് തൊട്ടടുത്ത ടിക്കറ്റ് ചെക്കിംഗ് സ്റ്റേഷൻ ഉണ്ട്, ആ സ്റ്റേഷൻ മുതൽ നിങ്ങളെ പിടിച്ച സ്റ്റേഷൻ, നിങ്ങളെ ഡിറ്റക്ട് ചെയ്ത സ്റ്റേഷൻ ഏതാണോ അതുവരെയുള്ള ചാർജും പ്ലസ് 250 രൂപ ഫൈൻ ഈടാക്കുന്നതാണ് നോർമലി ചെയ്യുന്ന പ്രൊസീജിയർ. പക്ഷെ അത് റെയിൽവേ കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ അത് 6 മാസം തടവോ 1000 രൂപ പിഴയോ ആകാനുള്ള, ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് ജെന്യൂൻ റീസൺ ഉണ്ടെങ്കിൽ നിങ്ങളെ വെറുതെ വിട്ടെന്നും വരാം. അത് ഒരു കോടതിയുടെ ജൂറിസ്ഡിക്ഷനകത്ത് അല്ലെങ്കിൽ തീരുമാനത്തിനകത്ത് വരുന്ന ഒരു സംഗതിയാണ്. പക്ഷെ ആ റെയിൽവേ ആക്ട് 147 പറയുന്നത് നിങ്ങൾക്ക് പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ലാതെ റെയിൽവേ പ്രമൈസസിൽ കയറിയാൽ ഈ പറഞ്ഞ പിഴ അല്ലെങ്കിൽ ജയിൽ ശിക്ഷയ്ക്ക് നിങ്ങൾ ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി മനസ്സിലാക്കുക, റെയിൽവേ പ്ലാറ്റ്ഫോമിൽ എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് പ്ലാറ്റ്ഫോം ടിക്കറ്റോ വാലിഡ് ടിക്കറ്റോ ഉണ്ടായിരിക്കണം. ആ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് പ്ലാറ്റ്ഫോമിൽ നിൽക്കേണ്ടതാണ്. അത് നമ്മുടെ റെയിൽവേ കോച്ചുകളിൽ കയറാൻ നിങ്ങളെ അനുവദിക്കുന്നില്ല. റെയിൽവേ കോച്ചിൽ കയറിയാൽ മറ്റൊരു നിയമത്തിൽ നിങ്ങളെ ഫൈൻ ഈടാക്കാൻ അല്ലെങ്കിൽ ചാർജ് ചെയ്യാൻ വകുപ്പുണ്ട്. താങ്ക് യു.